ജയ ശ്രീറാം. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. കർക്കിടക മാസത്തോടനുബന്ധിച്ച് നമ്മൾ രാമായണം ചർച്ച ചെയ്യുകയാണ്. രാവിലത്തെ ചർച്ചയിൽ നമ്മൾ ഭഗവാന്റെ തീരുമാനം ഉറയ്ക്കുകയാണ് വനവാസത്തിന് പോകാനായിട്ട്. പല രീതിയിലും കൗസല്യാദേവിയും ലക്ഷ്മണസ്വാമിയും അത് തടയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഭഗവാൻ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. കൗസല്യാദേവിയെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം സീതാദേവിയുടെ അടുത്ത് വന്ന് പറയുകയാണ് ഭഗവാൻ, സീത നീ ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ, കാരണം വനം വളരെ ദുർഘടമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും സീതാദേവിയും കേൾക്കാൻ തയ്യാറാവത്തില്ല. സീതാദേവി പറഞ്ഞു, ഞാൻ എന്തായാലും അങ്ങയുടെ കൂട്ടത്തിൽ വരുമെന്ന് പറയുകയാണ്. അങ്ങനെ സീതാദേവി ഭഗവാനോടൊപ്പം പോകാൻ തയ്യാറാവുകയാണ്. അതിനുശേഷം ലക്ഷ്മണസ്വാമിയെ കാണുകയാണ്. ലക്ഷ്മണസ്വാമിയും തടയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ സീതാദേവിയെ തടയാൻ എത്രത്തോളം ഭഗവാൻ പരിശ്രമിച്ചു അത്രത്തോളം ലക്ഷ്മണസ്വാമിയെ തടയാൻ ശ്രമിച്ചില്ല. കാരണം ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു ലക്ഷ്മണസ്വാമി കൂട്ടത്തിൽ വരണം, അല്ലേ? അതായിരുന്നു നമ്മൾ രാവിലെ പഠിച്ചത്. ഇതിനെ തുടർന്ന് എന്താണ് രാമായണത്തിൽ നടന്നത് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹനരഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹനലളിത ശ്രീവിശാഖാൻവിതം സ്യ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നമോ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമദായ നഗരഗ്രാമതാരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനി ശ്രീഭാഷമാനവീ ദേവി ദൈതായി കൃപാബ്ദി കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭുവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരഗമനാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതപസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംബുദേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗവരായ ഗൗരാവിർഭാവഭൂമേ സ്തം നിർദ്ദേശ സജ്ജനപ്രിയ വൈഷ്ണവ സർവോമാ ശ്രീ ജഗന്നാഥ വൈദ്യ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിഹം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. വേദാം സുരതോ പങ്കോർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാം ഭുജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാരഭേ സേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭീവം ശ്രീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപീർഗോപീനാഥസ്വേ സ്തുനാ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണവാമി ഹരിപ്രിയേ പ്രണവാമി ഹരിപ്രിയേ പ്രണവാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം ഹരേ. മുഖം കരോതി വാചാലം ഭംഗും ലംഘായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ
ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമേശ്വരം ഹരി ഓം തത്സത്. നമുക്ക് ചർച്ച ആരംഭിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു കീർത്തനം കേൾക്കാം. ജയ് ശ്രീറാം. നമുക്ക് ചർച്ച തുടരാം. അപ്പോൾ രാവിലെ നമ്മൾ ചർച്ച ചെയ്ത പോലെ ലക്ഷ്മണസ്വാമി ഭഗവാനോട് അപേക്ഷിക്കുകയാണ് എന്നെയും കൂടെ അങ്ങ് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഭഗവാൻ സമ്മതിക്കുകയാണ്. അപ്പം ഭഗവാൻ പറഞ്ഞു, പറയേണ്ടവരോടെല്ലാം പറഞ്ഞോളൂ, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണെന്ന്. അങ്ങനെ ലക്ഷ്മണസ്വാമി ഒരുപാട് സന്തോഷിച്ചു. സന്തോഷം കൊണ്ട് ഭഗവാന് രോമാഞ്ചമുണ്ടായി. ലക്ഷ്മണസ്വാമിക്ക് ജ്യേഷ്ഠൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ആജ്ഞയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും നേരെ വസിഷ്ഠമുനിയുടെ ആശ്രമത്തിലേക്ക് പോയി. അവിടെ ഭഗവാന്റെ കുറച്ച് ദിവ്യാസ്ത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവ്യ ചാപമുണ്ടായിരുന്നു. ഒരിക്കലും തീരാത്ത ആവനാഴികളുണ്ടായിരുന്നു. പിന്നെ വളരെ ശക്തമായിട്ടുള്ള 2 കവചങ്ങളുണ്ടായിരുന്നു. നല്ല തിളക്കമുള്ള 2 വാളുകളുണ്ട്. ഇതെല്ലാം ജനക മഹാരാജാവിൽ നിന്നും വിവാഹ സമയത്ത് ഭഗവാനെ ലഭിച്ചതായിരുന്നു. അവിടെ അന്നേരം ഇത് ഭഗവാൻ അത് വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ വെച്ചു. കാരണം അവിടെ നിത്യവും പൂജ നടക്കുമല്ലോ ഇതിൻ്റെ എന്ന്. അപ്പോൾ ലക്ഷ്മണസ്വാമി അടുത്ത് പറഞ്ഞു, ഈ ആയുധങ്ങളെല്ലാം എടുത്തോളൂ, കാരണം നമുക്കിതിൻ്റെ എല്ലാം ആവശ്യം വരുമെന്ന് പറഞ്ഞു. അന്നേരം ഈ കവചവും യാവനാഴിയും വില്ലും വാളും ഒക്കെയാണ് രാവണ യുദ്ധം വരെ ഭഗവാന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. ലക്ഷ്മണസ്വാമി സന്തോഷത്തോടുകൂടി ആയുധങ്ങളൊക്കെ എടുത്തു. അങ്ങനെ 2 പേരും ഒരുമിച്ച് ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. ആ സമയത്ത് ഒരുപാട് ഋഷിമാരൊക്കെ ഭഗവാൻ അനുഗ്രഹം നൽകാനായിട്ട് വന്നു. അവർക്കെല്ലാം ഒരുപാട് സമ്പത്തുകൾ ഭഗവാൻ ദാനമായിട്ട് കൊടുത്തു. സ്വർണം, വെള്ളി, രത്നങ്ങൾ, പവിഴം, രഥങ്ങൾ, കുതിര,
കുതിരകൾ, പട്ടുവസ്ത്രങ്ങൾ, ലക്ഷക്കണക്കിന് പശുക്കളെയെല്ലാം ഒരു പ്രാവശ്യം പോലും ചിന്തിക്കാതെ ഭഗവാൻ എല്ലാവർക്കും ദാനമായിട്ട് കൊടുത്തു. എല്ലാ ബ്രാഹ്മണർക്കും അവരുടെ ജീവിതകാല ആയുഷ്കാലം മുഴുവൻ ഒന്നിനു വേണ്ടി യാചിക്കേണ്ടി വരാത്ത രീതിയിൽ ദാനം ലഭിച്ചു. അതുകൂടാതെ രാമന്റെ ബന്ധുക്കൾക്കും രാമനെ ആശ്രയിച്ചുള്ള ഭഗവാന്റെ സേവകർക്കും എല്ലാവർക്കും അതേപോലെ സമ്പത്ത് ലഭിച്ചു. ഇവിടെ പറയുന്നു, ആ സമയത്ത് അയോധ്യയിൽ ഒരു ബ്രാഹ്മണൻ പോലുമോ ആശ്രിതനായിട്ടുള്ള ഒരാൾക്ക് പോലും ഉപഹാരങ്ങൾ കൊടുക്കാതെ ഉണ്ടായിട്ടില്ല. അങ്ങനെ രാമന്റെ ആ ഒരു കാരുണ്യം ലഭിച്ചതിനാൽ എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. പക്ഷേ രാമൻ പോകുന്നതിൽ ദുഃഖത്തിലുമായിരുന്നു. എല്ലാവരും ഹൃദയാംഗതമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. ഇനി അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. അങ്ങനെ രാമനും സീതാദേവിയും ലക്ഷ്മണസ്വാമിയും ഇറങ്ങാൻ സമയമായി. അവരുടെ ആയുധങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് സീതാദേവിയോട് ഒത്ത് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അവസാനമായിട്ട് പോവുകയാണ്. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ജനങ്ങളെല്ലാം കൂടി നിൽക്കുന്നു ഭഗവാനെ ഒന്ന് കാണാനായിട്ട്. അന്നേരം അവരുടെ പ്രിയപ്പെട്ട രാജകുമാരൻ ഇങ്ങനെ പോകുന്നതായിട്ട് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അവർക്ക്. പല രീതിയിലും അവർ വിഷമിക്കുകയായിരുന്നു, കരയായിരുന്നു. എല്ലാവരും പറയുമായിരുന്നു, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട രാമൻ പോകുന്നു. നേരത്തെ എത്രയോ സൈനികർ രാമൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു, അംഗരക്ഷകന്മാരും. ഇപ്പോൾ രാമൻ്റെ കൂട്ടത്തിൽ സീതയും ലക്ഷ്മണനും മാത്രമേ ഉള്ളൂ. എല്ലാതരം ആർഭാടത്തിലും ജീവിച്ച ആ രാമൻ ഇപ്പോൾ വളരെ ദുർഘടമായിട്ടുള്ള വനത്തിൽ പോവുകയാണ് അച്ഛൻ്റെ വാക്ക് പാലിക്കാനായിട്ട്. ചില പ്രജകളാണെങ്കിൽ രാജാവിനെ കുറ്റം പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും തോന്നി എന്തോ ഒരു ബാധ കയറിയിരിക്കുകയാണ് ദശരഥ മഹാരാജൻ്റെ ഉള്ളിൽ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പ്രിയപ്പെട്ട സ്വന്തം മകനെ എങ്ങനെയാണ് വനവാസത്തിൽ അയക്കാൻ കഴിയുക? രാമൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. രാമൻ്റെ കാരുണ്യത്തെക്കുറിച്ചും പാണ്ഡിത്യത്തെക്കുറിച്ചും ഇന്ദ്രിയ നിയന്ത്രണത്തെക്കുറിച്ചും മനസ്സിലുള്ള നിയന്ത്രണം, മനസ്സിൻ്റെ ആ ശാന്തത എല്ലാവർക്കും രാമനിൽ കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോഴും ഈ ഒരു ഇത്രയും വിഷമാവസ്ഥ വന്നിട്ടും. അതുകൊണ്ട് രാമൻ കൊട്ടാരം വിടുന്നു, രാജ്യം വിടുന്നു എന്നുള്ള ആ ഒരു കാര്യം അവർക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് ദുഃഖം അനുഭവിക്കുകയായിരുന്നു അവരെല്ലാവരും. എങ്ങനെയാണോ നല്ല പഴവർഗ്ഗങ്ങളും പൂക്കളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു മരം വേരോടുകൂടി നശിക്കുമ്പോൾ എന്ത് വേദനയായിരിക്കും ഉണ്ടാകുന്നത്, അതേപോലെയായിരുന്നു. നമ്മൾ നമ്മുടെ വീടുകളും ഗ്രാമവും എല്ലാം വിട്ടിട്ട് രാമൻ്റെ കൂട്ടത്തിൽ വനത്തിൽ പോകാം എന്നെല്ലാവരും പറയുകയാണ്. രാമനോടൊപ്പം എല്ലാ സുഖദുഃഖങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. കൈയ്യെ സന്തോഷത്തോടുകൂടി ഈ രാജ്യം ഭരിക്കട്ടെ. പ്രജകളൊന്നും ഇവിടെ ഇനി നിൽക്കേണ്ട. പ്രജകളില്ലാത്തൊരു രാജ്യം ഭരിച്ചാൽ മതി കൈകി. കാരണം എല്ലാവർക്കും കൈയിൽ ഭയം തോന്നുകയായിരുന്നു. കാരണം ഒരു തെറ്റും ചെയ്യാത്ത രാമനോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ പിന്നെ സാധാരണ പ്രജകളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? പ്രത്യേകിച്ച് രാജാവിൻ്റെ അമ്മയായി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും എല്ലാ പ്രജകളും കൈകയെ ശപിച്ചുകൊണ്ടിരുന്ന മനസ്സാൽ എല്ലാവരും രാമൻ്റെ കൂട്ടത്തിൽ പോകാമെന്ന് ഉറച്ച തീരുമാനമെടുത്തു. അവരെല്ലാവരും ഈ അയോധ്യ ഉപേക്ഷിക്കാൻ പോവുകയാണ്. രാമനില്ലെങ്കിൽ പിന്നെ എന്ത് അയോധ്യ? അവരുടെ വീടുകളൊക്കെ നശിച്ചാലും കുഴപ്പമില്ല എന്നവർ തീരുമാനിച്ചു. രാമൻ എവിടെ പോകുന്നു അത് തന്നെയായിരിക്കും അയോധ്യ. വനം തന്നെ ഒരു നഗരിയായിട്ട് മാറും, അവിടെ തന്നെ അയോധ്യയായിട്ട് മാറുന്നു. അവർ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ ഭീകര മൃഗങ്ങളെയും ക്ഷുദ്രജീവികളെയും എല്ലാം അവിടെ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വനത്തെ തന്നെ ഒരു അയോധ്യയാക്കി മാറ്റുമെന്ന്. എന്നിട്ട് ആ മൃഗങ്ങളെല്ലാം അയോധ്യയിലേക്ക് പറഞ്ഞയക്കും. എന്നിട്ട് അയോധ്യ എന്നൊരു വനമാക്കിയവർ, അയോധ്യവാസികളുടെ സ്നേഹം നോക്കണേ. ഇതെല്ലാം രണ്ട് സഹോദരന്മാരും കേൾക്കുകയാണ്. പക്ഷെ എന്നിട്ടും അവരെല്ലാം അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചു. അവരെല്ലാം ചിരിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു എല്ലാ പ്രജകളെയും. അങ്ങനെ രണ്ട് സിംഹങ്ങൾ നടക്കുന്ന പോലെ അവർ രണ്ടുപേരും ഇങ്ങനെ നടക്കുകയാണ്. ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അന്നേരം സുമന്ത്രനെ കണ്ടു. കൈകൂപ്പി വളരെയധികം ദുഃഖിതനായിട്ട് സുമന്ത്രൻ അവിടെ നിൽക്കുകയാണ്. രാമൻ പറഞ്ഞു, നമ്മൾ വന്ന കാര്യം അച്ഛനെ അറിയിക്കാൻ പറഞ്ഞു ദശരഥ മഹാരാജാവ്. അങ്ങനെ സുമന്ത്രൻ ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് പോയപ്പോൾ
ദശരഥ മഹാരാജ് വളരെയധികം ദുഃഖിതനായിട്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ദീർഘശ്വാസം എടുക്കുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് ശ്വാസം എടുക്കുന്നത്. കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അന്നേരം സുമന്ത്രന് ഈ കാഴ്ച കാണാൻ പറ്റുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. ദശരഥ മഹാരാജനെ ഒരിക്കലും ഇത്രയും ദുഃഖിതനായിട്ട് കണ്ടില്ല. രാജാവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് സുമന്ത്രൻ പറഞ്ഞു, അതീവ തേജസ്വിയും പ്രതാപശാലിയായിട്ടുള്ള രാമൻ എല്ലാവിധ സമ്പത്തും ബ്രാഹ്മണർക്കും ആശ്രിതർക്കും ദാനം നൽകി ഇനി അങ്ങയുടെ വാതിൽക്കൽ കാത്തു നിൽക്കുകയാണ് വനത്തിലേക്ക് പോകാനുള്ള അനുമതിക്ക് വേണ്ടി. ഉടൻ തന്നെ ദശരഥ മഹാരാജാവ് രാമനെ അകത്തോട്ട് വിടാൻ പറഞ്ഞു. ആ സമയത്ത് ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാര്യമാരോടും അവിടെ വരാൻ പറഞ്ഞു. സുമന്ത്രൻ ഉടൻ തന്നെ മഹാറാണിമാരെ എല്ലാവരും വിളിച്ചു. അവരുടെ തോഴിമാരോടൊത്ത് എല്ലാവരും അവിടെ എത്തി. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രാമനും ലക്ഷ്മണനും ദശരഥ മഹാരാജാവിൻ്റെ മുമ്പിൽ വരികയാണ്. രാമൻ ആ മുറിയിലേക്ക് പ്രവേശിച്ചതും ദശരഥ മഹാരാജാവ് ചാടി എഴുന്നേറ്റ് ഒറ്റ ഓട്ടം രാമൻ്റെ അടുത്തേറ്റ്. പക്ഷെ പാവത്തിന് ആ ദുഃഖം കാരണം നേരെ ചൊവ്വേ നടക്കാനോ പറ്റുന്നില്ലായിരുന്നു. ബോധം കെട്ട് വീഴുകയാണ്. രാമലക്ഷ്മണർ ഓടി വന്ന് ദശരഥ മഹാരാജനെ പിടിച്ചുയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. എല്ലാവരും, അവിടെയുള്ള സ്ത്രീകളെല്ലാവരും നെഞ്ചത്തടിച്ച് കരയുകയാണ്. അവരുടെ ആഭരണങ്ങളൊക്കെ തട്ടി പൊട്ടി വീഴുകയാണ്. എല്ലാവരും പറയാൻ തുടങ്ങി, രാമ രാമ. കൈകേയി ഒഴികെ എല്ലാവരും കരഞ്ഞു എന്നുള്ള, എല്ലാവരും വിഷമിച്ചു നിന്നു. രാമനും കരഞ്ഞു, ലക്ഷ്മണനും കരഞ്ഞു. രണ്ടുപേരും കരഞ്ഞുകൊണ്ട്, ലക്ഷ്മണസ്വാമി ഇത്രയും അച്ഛനെ കുറ്റം പറഞ്ഞു, പക്ഷെ ആ ലക്ഷ്മണസ്വാമിയും കരഞ്ഞു. രണ്ടുപേരും കരഞ്ഞുകൊണ്ട് അച്ഛനെ ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ആസനത്തിലിരുത്തി. എങ്ങനെയൊക്കെയോ ദശരഥ മഹാരാജന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ രാമനും ഒരു സമാധാനമായി. കൈകൂപ്പി അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ പോകാനുള്ള അനുമതി ചോദിക്കാൻ വന്നിരിക്കുകയാണ്. വനത്തിൽ പോകാനുള്ള അനുമതി നൽകണം. ലക്ഷ്മണനെയും സീതയും എൻ്റെ കൂട്ടത്തിൽ വരാനുള്ള അനുമതി നൽകണം. ഞാൻ അവരെ ഇവിടെ തന്നെ നിർത്താൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അവരെൻ്റെ കൂട്ടത്തിൽ വന്നേ പറ്റൂ എന്നുള്ളൊരു ശാഠ്യം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ ദുഃഖമെല്ലാം മാറ്റണം, നമുക്ക് അനുഗ്രഹം നൽകണം, നമ്മളിനി പോകാൻ ആഗ്രഹിക്കുന്നു. രാമൻ ശാന്തമായിട്ട് അച്ഛൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെയധികം ബുദ്ധിമുട്ടി ദശരഥ മഹാരാജാവ് പറഞ്ഞു, കൈകേയിക്ക് ഞാൻ കൊടുത്ത വരം കാരണം എൻ്റെ എല്ലാ സ്വബോധവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ രാമ, എന്നെ ബന്ദിയാക്കും. എന്നെ ബന്ദിയാക്കിയിട്ട് നീ ഈ രാജ്യം ഭരിക്കും. അപ്പോൾ ധർമ്മിഷ്ഠനായ രാമൻ പറഞ്ഞു, അങ്ങ് ഇനിയും 1000 വർഷം ഈ ഭൂമി ഭരിക്കട്ടെ. എനിക്ക് സാമ്രാജ്യത്തിലോ ആധിപത്യത്തിലോ താല്പര്യമില്ല. വെറും 14 വർഷമല്ലേ, അത് കഴിഞ്ഞാൽ അങ്ങയുടെ തൃപ്പാദ സേവയ്ക്കായിട്ട് ഞാൻ വീണ്ടും തിരിച്ചെത്തും. ദശരഥ മഹാരാജ ഒരുപാട് ദുഃഖിതനായി. പക്ഷെ അതേ സമയത്ത് കൈകേയി അവിടുന്ന് ആംഗ്യ ഭാഷയിൽ പോകാനുള്ള സങ്കേതം കൊടുത്തുകൊണ്ടിരിക്കുക. പാവം ഭഗവാൻ. ദശരഥ മഹാരാജ് മകനോട് പറഞ്ഞു, അനുമതി കൊടുക്കുകയാണ്. ഒട്ടും മനസ്സ് വിഷമിക്കാതെ, രാമ, നീ പോകും. നിന്റെ യാത്ര സുഖകരമായിട്ട് സുരക്ഷിതമാകട്ടെ. ദശരഥ മഹാരാജ് ആകെ തകർന്നു. അദ്ദേഹത്തിന് മനസ്സിലായി കാട്ടിലേക്ക് പോകാനുള്ള രാമൻ്റെ തീരുമാനം ഉറച്ചതാണ്. അതൊരിക്കലും തിരുത്താൻ കഴിയില്ല. കാരണം രാമൻ എന്നും സത്യത്തിലും പുണ്യത്തിലും വിശ്വസിക്കുന്ന ആളാണ്. ദശരഥ മഹാരാജ് അഭ്യർത്ഥിച്ചു, ഒരു രാത്രിയും കൂടെ നിനക്ക് എൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞൂടെ മോനെയെന്ന്. അതുകൊണ്ട് കുറച്ചും കൂടെ നേരം എനിക്കും കൗശല്യക്കും നിന്നെ കാണാമല്ലോ. എന്നാൽ ഈ ഒരു ദിവസമെങ്കിലും എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങളും രാമന് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരുപാട് വിറച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യം ചെയ്ത് പറയാം മോനെ, ഇതൊന്നും നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. കൈകേയി എന്നെ നിർബന്ധിച്ചിട്ടാണ് ധർമ്മത്തിൽ നിന്നും എന്നെ അകറ്റിയത്. അവളുടെ ഉള്ളിലുള്ള ആ ക്രൂര ചിന്തകളും ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടാണ്
അവൾ ഇത്രയും ദുഷ്ടത്തരങ്ങൾ ചെയ്തു? ഇത്രയും ദുർഘടമായിട്ടുള്ള ഈ ഒരു ആജ്ഞ പോലും നീ സ്വീകരിച്ചുവല്ലോ, എന്നെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട്. അതിലൂടെ നീ തെളിയിച്ചു നീ എത്രത്തോളം ശ്രേഷ്ഠനാണ്. പ്രിയ രാമ, ഞാൻ നിനക്ക് അനുമതി നൽകുന്നു വനത്തിൽ പോകാൻ. നാളെ എൻ്റെ അനുഗ്രഹത്തോടുകൂടി പോകാൻ പറയും. അച്ഛൻ്റെ ഈ ഒരു അഭ്യർത്ഥന കേട്ടപ്പോൾ രാമൻ ഒരുപാട് ആശങ്കാകുലനായി. കാരണം ഇവിടെ നിന്നുള്ള ഇറങ്ങാനുള്ള സമയം ഒട്ടും വൈകിക്കാൻ രാമൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ രാമൻ പറയുകയാണ്, ഇന്ന് അങ്ങ് എനിക്ക് നൽകുന്ന എല്ലാവിധ രാജകീയ ഉപഭോഗങ്ങളും നാളെ ആരായിരിക്കും എനിക്ക് നൽകുന്നത്? ഞാൻ എന്തായാലും പോയേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് എല്ലാ തരത്തിലുള്ള ആസ്വാദനത്തിൽ നിന്നും എൻ്റെ മനസ്സിനെ അകറ്റുന്നതല്ലേ നല്ലത്. കാരണം നാളെ എന്തായാലും എനിക്കിതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ പോകുന്നതല്ലേ നല്ലത്. ഈ രാജ്യവും ഇതിൻ്റെ എല്ലാവിധ സമ്പദ് സമൃദ്ധിയും ഭരതന് നൽകും. എന്തായാലും വനത്തിലേക്ക് പോകാനുള്ള എൻ്റെ തീരുമാനത്തെ മാറ്റാൻ കഴിയില്ല. അതുകൂടാതെ കൈകേയിക്ക് അങ്ങ് കൊടുത്ത വാക്ക് പൂർണ്ണമായിട്ടും പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു തപസ്വിയെ പോലെ ഇനിയുള്ള കാലം 14 വർഷം ഞാൻ ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ലൗകിക സുഖഭോഗങ്ങളെല്ലാം ഭരതനാണ് കൊടുക്കേണ്ടത്. അങ്ങനെ രാമൻ കുറച്ചും കൂടെ വിഷമിച്ചിരിക്കുന്ന അച്ഛൻ്റെ അടുത്തെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം കൊണ്ടിങ്ങനെ വിറച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റും. തലയിങ്ങനെ വിഷമം കൊണ്ടിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാമൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഉറച്ചു നിൽക്കും, എല്ലാവിധ ദുഃഖവും അകറ്റും. രാമൻ ഉറപ്പ് നൽകി ദശരഥ മഹാരാജാവിന്. പറഞ്ഞു, എനിക്ക് രാജ്യത്തിലോ ലൗകിക സുഖഭോഗങ്ങളിലോ ഒട്ടും ആഗ്രഹമില്ല. കാരണം ഞാൻ എപ്പോഴും ധർമ്മമാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ അങ്ങയുടെ ആജ്ഞ പൂർത്തീകരിക്കാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അങ്ങ് നൽകിയ വാക്ക് സത്യമായി ഫലിക്കണം. എന്നിട്ട് വീണ്ടും രാമൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കൈകേയി എന്തായാലും എന്നോട് പറഞ്ഞു വനത്തിൽ പോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ്. അതുകൊണ്ട് ആ പ്രതിജ്ഞ എന്തായാലും പൂർത്തീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് പോകണം. അതായത് ഭഗവാൻ പറഞ്ഞു, കൈകേയി ദേവി എന്നോട് പറഞ്ഞു, രാഘവ നീ വനത്തിലേക്ക് പോകണമെന്ന്. ഞാൻ ശരിയെന്നും പറഞ്ഞു. പിന്നെ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് പറയാം. രാമന് പട്ടാഭിഷേകം മുടങ്ങിയതിൽ ദുഃഖമില്ല. ദുഃഖമുണ്ട്, പക്ഷെ ഉള്ളിലത് എങ്ങനെയൊക്കെയോ ഭഗവാൻ സഹിക്കുകയാണ്. പക്ഷെ അച്ഛനെ ഈ ഒരു അവസ്ഥയിൽ കാണുന്നതിൽ രാമന് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ ആ ദുഃഖം ഇനിയും വർദ്ധിപ്പിക്കാൻ രാമന് താല്പര്യമില്ല. പക്ഷേ അതേസമയം അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ദുഃഖത്തെ വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു രാമൻ പുറമേ കരയാതിരുന്നത്. പുറമേ വളരെ ശാന്തനായിട്ട് ഇരുന്നു. വളരെ സമാധാനത്തോടുകൂടി സംസാരിച്ചു. അച്ഛൻ ആശ്വാസ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വനത്തിലുള്ള ആ ഒരു ജീവിതം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവിതമാണ്. സീതയായിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി എനിക്ക് അവിടെ കഴിയാൻ പറ്റും. പിന്നെ എന്നെ എല്ലാവിധ ആയുധത്തോടു കൂടി അംഗരക്ഷകനായിട്ട് ലക്ഷ്മണനുണ്ട്. അതുകൊണ്ട് രാക്ഷസന്മാരിൽ നിന്നോ ദുഷ്ടജീവികളിൽ നിന്നോ ഒരു ഭയം എനിക്കില്ല. പിന്നെ 14 വർഷം കഴിയുമ്പോൾ ഒരാപത്തും ഇല്ലാതെ വീണ്ടും അങ്ങയുടെ സേവനത്തിനായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ അഭാവത്തിൽ എല്ലാം കൊണ്ടും ഭരതൻ തന്നെയാണ് ഭരിക്കാൻ യോഗ്യൻ. അപ്പോൾ രാമൻ വീണ്ടും പറഞ്ഞു, അങ്ങേ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യവും ഞാൻ ആഗ്രഹിക്കുന്നില്ല രാജാവേ. അങ്ങയുടെ ആജ്ഞ പൂർത്തീകരിക്കാൻ ഞാൻ എല്ലാവിധ സുഖഭോഗങ്ങളും ത്യജിക്കാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ഭാര്യയെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് വനത്തിൽ പ്രവേശിക്കുമ്പോഴായിരിക്കും എനിക്കൊരു സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് എന്നെക്കുറിച്ച് ആലോചിച്ച് അങ്ങ് ഒന്നും ദുഃഖിക്കേണ്ട, സമാധാനമായിട്ടിരിക്കും, എന്നെ പോകാൻ അനുവദിക്കുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിന് ഉള്ളിൽ നിന്ന് ചുട്ട് കത്തുന്ന ഒരു വേദനയായിരുന്നു.
രാമനെ നന്നായി മുറുകെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് വീണ്ടും ബോധം കെട്ടു വീണു. ജീവനുള്ളതിൻ്റെ ഒരു ലക്ഷണം പോലും ദശരഥ മഹാരാജാവിൽ കാണുന്നില്ല. എല്ലാ രാജ്ഞിമാരും തോഴിമാരും എല്ലാം ഉറക്കെ കരഞ്ഞു. പക്ഷെ കൈകേയി ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നല്ലോ എന്നുള്ളിൽ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എല്ലാവരും വിഷമിച്ചിരുന്നിട്ടും കൈകേയി ഇത്രയും ഒരു മറുപടി ഒരു വാക്കുപോലും പറയാതിരുന്നപ്പോൾ രാജാവിൻ്റെ മന്ത്രിയും സേവകനും ഉറ്റ സുഹൃത്തുമായ സുമന്ത്രൻ ഒരുപാട് ദേഷ്യം വന്നു. തലയിലടിച്ചു. കൈകളൊക്കെ ഇടിക്കാൻ തുടങ്ങി, പല്ല് ഞെരിക്കാൻ തുടങ്ങി. എന്നിട്ട് വളരെയധികം ക്രുദ്ധനായിട്ട് പറഞ്ഞു, കണ്ണൊക്കെ ചുവന്നിട്ട്, നോക്കൂ, നിന്റെ ഭർത്താവിൻ്റെ ഈ അവസ്ഥ കണ്ടില്ലേ? ഈ ലോകത്തിൻ്റെ മുഴുവൻ ആശ്രയമായ നിന്റെ ഭർത്താവിൻ്റെ അവസ്ഥ കണ്ടില്ലേ? നീ അദ്ദേഹത്തെ ചതിച്ചു. മഹാറാണി ഇതൊന്നും അവിടുന്ന് കാണുന്നില്ലേ? നിങ്ങളെ സംബന്ധിച്ചുള്ള ഇനി ഒന്നും ശുഭമല്ല. സ്വന്തം ഭർത്താവിനെ കൊന്ന ഭാര്യയാണ് നിങ്ങൾ. ഈ കുലത്തിന്റെ മുഴുവൻ നാശത്തിന്റെ വിത്ത് വിതച്ചവളാണ് നിങ്ങൾ. ഇത്രയും എന്റെ സ്വാമിയെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. കോടാനുകോടി പുത്രന്മാരെ കാട്ടിയും ഏറ്റവും നിങ്ങൾ പ്രധാനമായിട്ട് കാണേണ്ടത് നിങ്ങളുടെ ഭർത്താവിനെയാണ്. രാമൻ അവകാശപ്പെട്ട രാജ്യം നിങ്ങൾ തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ ഭർത്താവായ ഈ ലോകം ഭരിക്കുന്ന ഈ രാജാവിന് ഇത്രയും ദുഃഖം നൽകുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും ആദ്യമായിട്ട് മന്ത്രിയാണ് ആ സുമന്ത്രന്റെ കണ്ണീർ ഇങ്ങനെ കണ്ണീരൊഴുകുകയാണ്. എന്നിട്ട് സുമന്ത്രൻ പറഞ്ഞു, കൈകേയി ദേവി, ഇനിയെങ്കിലും ഈ നീചമായിട്ടുള്ള ലക്ഷ്യം ഉപേക്ഷിക്കൂ. നിങ്ങളുടെ മകൻ രാജാവായാലും പുണ്യം ചെയ്ത ഒരു വ്യക്തി പോലും ഈ രാജ്യത്തിൽ കഴിയില്ല. അതിലൂടെ ജനങ്ങളില്ലാത്ത ഈ ഒരു രാജ്യം ഭരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? പാപത്തിലൂടെ ലഭിച്ച ഈ രാജ്യത്തിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് കഴിയാൻ കഴിയുമോ? എന്നിട്ട് പറയുകയാണ്, എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു, നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഭൂമി രണ്ടായിട്ട് പിളർന്ന് നിങ്ങളെ അടിയിലേക്ക് കൊണ്ടുപോയില്ല? കാരണം ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ വായിൽ നിന്ന് വരുമ്പോൾ ഭൂമിദേവിക്ക് പോലും സഹിക്കത്തില്ല. അന്നേരം ജീവിതകാലം മുഴുവൻ സുമന്ത്രൻ ദശരഥ മഹാരാജാവിന് വേണ്ടി ദശരഥ മഹാരാജാവിനെ പ്രാണനെക്കാട്ടിയും കൂടുതൽ സ്നേഹിച്ചതാണ്. അന്നേരം ഒരുപാട് ദുഃഖം തോന്നി. ഇങ്ങനെ ശക്തമായിട്ട് പറഞ്ഞപ്പോൾ സുമന്ത്രന് കൈകേയിയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് ദേഷ്യം വന്നു. എൻ്റെ ശ്രേഷ്ഠനായിട്ടുള്ള സ്വാമി ഒരിക്കലും അസത്യം പറഞ്ഞിട്ടുമില്ല, പ്രവർത്തിക്കത്തുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ദ്രോഹിക്കരുത്. രാജാവിന്റെ ആഗ്രഹത്തെ മനസ്സിലാക്കൂ. എന്നിട്ട് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കൂ. രാമനെ സിംഹാസനത്തിൽ ഇരുത്തൂ. രാമൻ എന്നും അവിടുത്തെ സേവകനായിട്ട് കാണും. ഇതിന് പകരം നിങ്ങൾ രാമനെ വനവാസത്തിൽ അയക്കുകയാണെങ്കിൽ എന്നെന്നും അപകീർത്തിക്ക് നിങ്ങൾ കാരണക്കാരിയാകും. അതുകൊണ്ട് ഉള്ളിലുള്ള ആ തെറ്റായിട്ടുള്ള ചിന്തകളെയൊക്കെ ഉപേക്ഷിക്കൂ. കൈകേയി സന്തോഷമായിട്ട് കഴിയൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൈകേയി ഒരു കൂസലും ഇല്ലാതെ സുമന്ത്രനെ നോക്കുകയാണ്. സുമന്ത്രൻ കൈകൂപ്പി യാചിക്കുകയാണ് കൈകേയിയുടെ മുമ്പിൽ. പക്ഷേ കൈകേയി ഒരു മറുപടിയും പറഞ്ഞില്ല. മനസ്സിന് ഒരു ദശരഥ മഹാരാജാവ് സുബോധം തിരിച്ചു കിട്ടി. എന്നിട്ട് സുമന്ത്രനോട് പറഞ്ഞു, സുമന്ത്ര, എൻ്റെ സൈന്യത്തിനോട് എത്രയും പെട്ടെന്ന്, ക്ഷമിക്കണം, ഇടയ്ക്ക് ഇന്റർനെറ്റ് കട്ടായതാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കമൻസിലിടോ. കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജയ് ശ്രീറാം എന്ന് കമൻസിലിടോ. അപ്പോൾ ഇവിടെ ദശരഥ മഹാരാജാവ് പറഞ്ഞു, സുമന്ത്ര, എത്രയും പെട്ടെന്ന് എൻ്റെ സൈനികരോട് ഇറങ്ങാൻ പറയണം. അവർ രാമനോടൊത്ത് വനത്തിൽ പോകണം. രാമന്റെ സഹായത്തിനായിട്ട് വൈശ്യരോടും എല്ലാ തരത്തിലുള്ള
വ്യാപാരത്തിലും വ്യവസായത്തിലും വിദഗ്ധതയുള്ള അവരോടെല്ലാം പോകാൻ പറയണം. നല്ല വേടന്മാരെ അന്വേഷിക്കണം. വനത്തിലുള്ള വഴികളൊക്കെ അറിയാവുന്ന അവരെല്ലാം രാമന്റെ സഹായത്തിന് വേണ്ടി പറഞ്ഞയക്കുക. രാമന്റെ സഹായത്തിന് വേണ്ടി 1000 സേവകരെ അയക്കുക. അവരെല്ലാം രാമന്റെ കൂട്ടത്തിൽ പോകണം. എൻ്റെ എല്ലാ സമ്പത്തും രാമന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അത് എൻ്റെ എല്ലാവിധ ആർഭാടങ്ങളും രാമന്റെ സേവനത്തിന് വേണ്ടി അയക്കുക. രാമൻ ഈ 14 വർഷം വനത്തിൽ ഒരു തരത്തിലുള്ള തപസ്യ ചെയ്യേണ്ട ആവശ്യവും വരരുത്. ഇത് കേട്ടവൻ കൈ ഞെട്ടി എന്നുള്ളതാണ്. കൈകി വിചാരിച്ചു, ഭരതൻ രാജാവാകുന്നതിന് മുമ്പേ തന്നെ ദശരഥ മഹാരാജാവ് ഖജനാവ് മൊത്തം കാലിയാക്കുകൊണ്ട് രാമന് വേണ്ടി. എന്നിട്ട് ഭയപ്പെട്ടുകൊണ്ട് കൈകി ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, ഭരതനെ രാജാവാക്കിയിട്ട് ഭരതനെ രാജാവാക്കുന്നതിന് മുമ്പേ ഈ കൊട്ടാരത്തിലെ എല്ലാ സമ്പത്തും എങ്ങനെയാണ് അങ്ങേക്ക് രാമന് വേണ്ടി കൊടുക്കാൻ കഴിയുക? എനിക്ക് പിന്നെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭരതൻ രാജാവായിട്ട് ഇരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ദശരഥ മഹാരാജ് വളരെയധികം ക്രുദ്ധനായിട്ട് കൈകയെ നോക്കി. ഇത്രയും വലിയൊരു ഭാരം എന്റെ തലയിൽ വെച്ചിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? നീചയായിട്ടുള്ള സ്ത്രീ, നിനക്ക് നാണമില്ല ഇങ്ങനെ സംസാരിക്കാൻ? നിന്റെ വരം ചോദിച്ചപ്പോ രാമൻ കാട്ടിലേക്ക് പോകുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നും കൂടെ നീ പറയേണ്ടതായിരുന്നു. എല്ലാവിധ ധർമ്മവും നഷ്ടപ്പെടുത്തി നീ എല്ലാവർക്കും ദുഃഖം മാത്രം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നിനക്ക് അവസാനം ദുഃഖം മാത്രമേ ലഭിക്കൂ. നിന്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു നിമിഷം പോലും കഴിയാൻ കഴിയില്ല. ഒപ്പം ഞാനും ഇനി രാമന്റെ കൂട്ടത്തിൽ വനത്തിലായിരിക്കും കഴിയുന്നത്. ഉടൻ തന്നെ രാമൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് വളരെ എളിമത്തോടു കൂടി പറഞ്ഞു, വീരരാജാവേ, ഈ വലിയ സൈന്യ സന്നാഹങ്ങൾ കൊണ്ട് ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? ഞാൻ ഈ രാജ്യമേ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് എങ്ങനെയാണ് ഈ സമ്പത്ത് സ്വീകരിക്കാൻ കഴിയുക? ഇവിടെ ഭഗവാൻ ഒരു ഉദാഹരണം പറയുന്നു. ആനയെ തന്നെ നമ്മൾ ഉപേക്ഷിച്ചു, പിന്നെ ആനയുടെ പാപ്പാനായിട്ട് ഇരിക്കുന്നതിൽ എന്താ അർത്ഥം? ആനയെ തന്നെ നമ്മൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്, പിന്നെ ആനയുടെ പാപ്പാനാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ? ഞാൻ വനത്തിൽ പോകാൻ എന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചു? ഞാൻ വനത്തിൽ പോകാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു? ഞാനൊരു തപസ്യയെ പോലെ അവിടെ ജീവിക്കാനാണ്. അന്നേരം മരവുരിയും ധരിച്ച് എന്താണോ ഒരു ദിനത്തിൽ ഈശ്വര നിയോഗത്താൽ കഴിക്കാൻ ലഭിക്കുന്നത് അതിലൂടെ തൃപ്തിപ്പെട്ട് ജീവിക്കാനാണ്. അങ്ങനെയുള്ളൊരു തപസ്യയെ പോലെ ജീവിക്കാനാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ധർമാനുസൃതമായിട്ട് വനത്തിൽ വസിക്കുന്നവർ എങ്ങനെയാണ് താമസിക്കേണ്ടത്, വാനപ്രസ്ഥത്തിന്റെ ആ ഒരു നിയമനിബന്ധനകൾ, അങ്ങനെ ജീവിക്കാനാണ് രാമൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ടിവിടെ ശ്രീരാമസ്വാമി പറയുന്നു, വനത്തിൽ താമസിക്കുന്നവർ ഒരിക്കലും സമ്പദ് സമൃദ്ധിയിലായി ജീവിക്കാൻ പാടില്ല. അതുകൂടാതെ പറഞ്ഞു, ഭരതന് എല്ലാ സമ്പത്തുകളും നഷ്ടപ്പെട്ട ഒരു രാജ്യം നൽകരുത്. ആയുധങ്ങളും മാത്രം കൊണ്ടേ രാമൻ ഇവിടുന്ന് പോകുന്നുള്ളൂ പറയുന്നു. അതുകൂടാതെ കുഴിക്കാനുള്ള ചില സാമഗ്രികളും. എന്നിട്ട് രാമൻ ദശരഥ മഹാരാജാവിന്റെ സേവകരെ നോക്കി പറഞ്ഞു, എനിക്കായിട്ട് മരവുരികളും കൊണ്ടുവരും. ഞാൻ എൻ്റെ ഈ രാജകീയ വേഷങ്ങളൊക്കെ ത്യജിക്കുകയാണ്. ഇനി ഞാൻ മരവുരി ധരിച്ചിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്.
ഈ ഒരു വാക്ക് കേട്ടപ്പോൾ കൈകേയിക്ക് ഒരുപാട് സന്തോഷം. കൈകേയി സ്വയം വനവാസികൾക്കായിട്ടുള്ള ഒരു വേഷം കൊണ്ടുവരികയാണ്. ഇത്ര സ്നേഹമുള്ള അമ്മയാണല്ലേ. അന്നേരം മരൂരി വെച്ചുണ്ടാക്കിയ ഒരു പ്രത്യേകതരം വസ്ത്രം കൊണ്ടുവന്നു. മരൂരിയും പുല്ലുകളും വെച്ചു. അന്നേരം നേരത്തെ ഇത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് കൈകേയി. ഒരു നാണം ഇല്ലാതെ കൈകേയി അത് രാമന്റെ കയ്യിലും ലക്ഷ്മണന്റെ കയ്യിലും സീതാദേവിയുടെ കയ്യിലും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ വേഷം മാറിക്കോളാം. ഇനി നമ്മളെ എല്ലാവരെയും കരയിപ്പിക്കുന്ന ചങ്ക് പൊട്ടിക്കുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. ഭയങ്കര, നമ്മളെല്ലാവരും കൈകേയിയെ കൊല്ലാൻ തോന്നും നമുക്ക്. ആ രീതിയിൽ ദേഷ്യം വരും. എന്താ നമുക്ക് നോക്കാം. രാമനും ലക്ഷ്മണനോട് പെട്ടെന്ന് തന്നെ വേഷമൊക്കെ മാറി. സീതാദേവിക്ക് ഇതെങ്ങനെ ധരിക്കണമെന്ന് പോലും അറിഞ്ഞിട്ട് പാവം വീണ്ടും ഇന്നലെ ഒന്ന് ആലോചിച്ച് നോക്കണം. സീതാദേവിയെടുത്തും പറയുകയാണ് വേഷം മാറാനായിട്ട്. പാവം പല രീതിയിലും ആ മരൂരി ധരിക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. സീതാദേവി ആകെ വിഷമിച്ചു. കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണീര് വന്നു. എന്നിട്ട് രാമനോട് പറയാം, സ്വാമി, ഈ വസ്ത്രം എങ്ങനെയാ ധരിക്കേണ്ടത്? ഹരേ കൃഷ്ണ. അപ്പോൾ രാമൻ സ്വയമാണ് സീതാദേവിക്ക് ആ മരൂരിയുടെ വസ്ത്രം അണിയിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കാഴ്ച കണ്ടിട്ട് എല്ലാവരും കരഞ്ഞു. എല്ലാവരും പറഞ്ഞു, ഈ ഒരു രാജകുമാരി എന്ത് തെറ്റാണ് ചെയ്തത് വനത്തിൽ പോകാനായിട്ട്. രാമ, സീതയെ ഇവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കൂ. നമ്മളെല്ലാവരും സീതയുടെ സേവനം ചെയ്യാം. ഇത്രയും ദിവ്യമായിട്ടുള്ള ഈ ശരീരം വനത്തിൻ്റെ കാഠിന്യത സഹിക്കാൻ പറ്റുമോ? ഇത്രയും സത്സ്വഭാവിയായിട്ടുള്ള ഈ പാവം പെൺകുട്ടി എങ്ങനെയാണ് വനത്തിൻ്റെ ആ കാഠിന്യത സഹിക്കാൻ കഴിയുന്നത്? ഇത്രയും ദുഃഖം അനുഭവിക്കാൻ സീത എന്ത് തെറ്റാണ് ചെയ്തത്? ഇതെല്ലാം രാമൻ കേട്ടുകൊണ്ടിരുന്നിട്ടും രാമൻ്റെ ഉള്ളിൽ ചങ്ക് ഇങ്ങനെ പൊട്ടി വരികയാണ്. പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണ്. രാമന്റെ കണ്ണീന്ന് അഥവാ രാമൻ കരയുകയാണെങ്കിൽ ആ കൊട്ടാരം മുഴുവൻ മുങ്ങാനുള്ള അത്രത്തോളം കണ്ണുനീര് രാമന്റെ ഹൃദയത്തിലുണ്ടെന്നുള്ളത്. അത്രത്തോളം കരയാൻ രാമൻ ആഗ്രഹമുണ്ട്. പക്ഷെ രാമൻ നിയന്ത്രിച്ചു. എന്നിട്ട് രാമൻ സ്വയം സീതാദേവിക്ക് ആ വസ്ത്രം അണിയിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് വസിഷ്ഠമുനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കേൾക്കുന്ന നമുക്കേ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ അവസ്ഥ എന്തുവരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. വസിഷ്ഠമുനിയുടെ ഹൃദയം പൊട്ടുന്ന അവസ്ഥയിലായി. സീതാദേവി വനത്തിൽ മരൂരിയും ധരിച്ചു പോകുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യവും കരച്ചിലും വന്നു. ചൂട് കണ്ണീർ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ക്രൂര സ്ത്രീ, നിനക്കൊരു നാണമില്ലേ? നിന്റെ ഭർത്താവിനെയും രാജാവിനെയും എല്ലാം വിഷമിപ്പിച്ച് ഈ കുലത്തിന് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കിയിട്ട് നിനക്ക് തൃപ്തിയായില്ലേ? ഈ പാവപ്പെട്ട പെൺകുട്ടിയെയും ഇത്രയും ദ്രോഹിച്ചിട്ടും നിനക്ക് സമാധാനമാവുന്നില്ലേ? ഇതൊക്കെ കണ്ടു നിൽക്കാൻ നിനക്ക് എങ്ങനെയാണ് കഴിയുന്നത്? നീ ഒരിക്കലും സീതയുടെ വനവാസത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. രാമന്റെ വനവാസം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തിനാണ് നീ മരൂരി സീതയുടെ കയ്യിൽ കൊടുക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് സീതയും മരൂരി ധരിക്കണമെന്ന്? പൊതുവെ പുത്രവധുവിന് ഏറ്റവും
മനോഹരമായിട്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ് കൊടുക്കുന്നത്. നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നു ഇങ്ങനെ ഒരു മരവൂരി സീതയുടെ കയ്യിൽ കൊടുക്കാനായിട്ട്? സീത ഏറ്റവും ഉത്തമ സേവകരുടെ അകമ്പടിയോടുകൂടിയാണ് വനത്തിൽ പോകേണ്ടത്. ഇവിടെ പറയുന്നു, വസിഷ്ഠമുനിയെ സംബന്ധിച്ചിടത്തോളം രാമനും സീത എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടികളെ പോലെയാണ്. ക്രൂരഹൃദയായിട്ടുള്ള കൈകയുടെ ഈ ക്രൂരത വസിഷ്ഠമുനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. കൈകിയെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ശക്തമായിട്ട് വസിഷ്ഠമുനി സംസാരിക്കാൻ തുടങ്ങി. ശാസ്ത്രം അനുസരിച്ച് ഭാര്യ ഭർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കിയാണ് പ്രവർത്തിക്കേണ്ടത്. ഭർത്താവും ഭാര്യയും ഒരേ ആൾ തന്നെയാണ്. അതുകൊണ്ട് രാമന് വനവാസത്തിന് പോവുകയാണെങ്കിലും സീതയ്ക്ക് ഇവിടെ രാജ്യം ഭരിക്കാനുള്ള അധികാരം അവകാശമുണ്ട്. വനത്തിൽ പോയാലും ആ വനം തന്നെ ഒരു സാമ്രാജ്യമായിട്ട് മാറാൻ കഴിയും. കോശല രാജ്യം മൊത്തം അയോധ്യ നഗരിയും മൊത്തത്തിൽ രാമൻ എവിടെ പോകുന്നു അവിടെ തന്നെ പോകും. വസിഷ്ഠമുനി ക്രോധത്താൽ വിറയ്ക്കാൻ തുടങ്ങി. തീ പോലെ കത്തി നിൽക്കുകയായിരുന്നു വസിഷ്ഠമുനി. പറഞ്ഞു, തീർച്ചയായിട്ടും ഭരതനും ഭരതന്റെ സഹോദരനായ ശത്രുഘ്നനും അവരും വനത്തിൽ പോകും, അവരും മരോരി ധരിക്കും. എന്നിട്ട് നീ ഒറ്റയ്ക്ക് ഈ രാജ്യം ഭരിച്ചോളൂ. നിനക്ക് പ്രജകളായിട്ട് ഇവിടെ മരങ്ങൾ മാത്രമേ കാണൂ, ബാക്കി ജീവനുള്ള എല്ലാവരും രാമന്റെ കൂട്ടത്തിൽ പോകും. ഇതെല്ലാം കേട്ടിട്ടും കൈകി ഒന്നും മിണ്ടിയില്ല. രാമനെയും സീതയും നോക്കി. രാമനും സീതയും ഇത്രയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടും ഒരു ദേഷ്യവും കൈയെടുത്തില്ലെന്നുള്ള. സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഏത് വഴി പോന്നു ആ വഴി ഞാനും പോകും. വസിഷ്ഠമുനിയുടെ വാക്കുകൾ കേട്ടിട്ടും കൈകേയിക്ക് ഒരു മാറ്റമില്ല. കൈകേയി രാമന്റെ അടുത്ത് നിന്നു. അതുകൂടാതെ വസിഷ്ഠമുനിയുടെ വാക്ക് കേട്ടിട്ട് സീതാദേവിക്ക് ഒരു മാറ്റമില്ല. സീതാദേവി വിചാരിച്ചില്ല, അയ്യോ ഒരാളെങ്കിലും എനിക്ക് വേണ്ടി പറയുന്നുണ്ടല്ലോ എന്ന്. സീതാദേവി ഉറപ്പിച്ചു. രാമന്റെ അടുത്ത് നിന്നുകൊണ്ട് തല മുതൽ കാൽപാദം വരെ പുല്ലും മരവൂരിയും വെച്ചിട്ടുള്ള ആ വസ്ത്രം ധരിച്ചു ദേവി. കൈകേയി ദേവി നൽകിയ ആ വസ്ത്രം. എല്ലാവരും ഉറക്കെ കരഞ്ഞു വിലപിച്ചു പറഞ്ഞു, നാണക്കേട്, ഒരു ബലവും ഇല്ലാത്ത ഒരു ദുർബല രാജാവിന്റെ കീഴിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും വലിയൊരു അധർമ്മം നടന്നിട്ടും അതിനെ തടയാൻ ഒരു കഴിവും ഇല്ലാത്ത വെറും ദുർബലനായിട്ടുള്ള ഒരു രാജാവിന്റെ കീഴിലാണല്ലോ നമ്മൾ കഴിയുന്നത്. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ദശരഥ മഹാരാജ് ആകെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ജീവിക്കാനുള്ള താല്പര്യം പോലും പോയി. അദ്ദേഹം കൈകേയെ നോക്കിയിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞു. സീതാദേവിയെ ഈ മരവരി ധരിപ്പിച്ചേന്ന്. എന്നിട്ടും കൈകേയിക്ക് ഒരു മാറ്റമില്ലെന്നു. രാമൻ അച്ഛൻ്റെ മുമ്പിൽ വന്നു. അപ്പോഴും ദശരഥ മഹാരാജാവ് തലകുനിച്ചിങ്ങനെ ഇരിക്കും. എന്നിട്ട്, അച്ഛാ നമ്മൾ ഇറങ്ങട്ടെ. എന്നിട്ട് രാമൻ പറയുക, അച്ഛാ അമ്മയുടെ കാര്യം ശ്രദ്ധിക്കണം, കൗസല്യാദേവി ശ്രദ്ധിക്കണം. കാരണം ഞാനില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മ ഒരുപാട് ദുഃഖിക്കും. അപ്പോഴാണ് ദശരഥ മഹാരാജാവ് തലയുയർത്തി നോക്കുന്ന രാമന്റെ വേഷത്തെ. മരവൂരിയും ധരിച്ച് മുടിയൊക്കെ ജടയാക്കി ഇരുന്നപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ ദശരഥ മഹാരാജന് പറ്റിയില്ല. ദശരഥ മഹാരാജ് ബോധം കെട്ടുപോകും. മന്ത്രിമാരൊക്കെ വീണ്ടും വെള്ളം കുടഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വബോധം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ദശരഥ മഹാരാജ് ഉറക്കെ നിലവിളിച്ച് കരയും. എനിക്ക് തോന്നുന്നു പൂർവ്വജന്മത്തിൽ ഞാൻ ഏതോ ജീവജാലങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ ദുഃഖം വരുന്നത്.
പ്രാണൻ സമയമാകുന്നതിന് മുമ്പേ നമ്മളിൽ നിന്ന് പോകത്തില്ല, അല്ലെങ്കിൽ എപ്പോഴേ ഞാൻ പോകേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ഇത്രയും ദുഃഖം അനുഭവിച്ചിട്ടും എനിക്ക് മരണം ലഭിക്കുന്നില്ല? കൈകയുടെ ഈ ക്രൂരതകൾ കണ്ടു നിൽക്കാൻ എന്തിനാണ് എനിക്ക് ജീവൻ നൽകിയിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മകൻ ഇങ്ങനെ വരൂരിയും ധരിച്ച് നിൽക്കുന്ന കാഴ്ച കാണാൻ ഞാൻ എന്തിനാണ് ജീവനോടിരിക്കുന്നത്? രാമ 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 എന്ന് പറഞ്ഞ് രാജാവിൻ്റെ നെഞ്ചിങ്ങനെ പൊട്ടാൻ തുടങ്ങുക. കരച്ചിൽ കാരണം അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ കഴിയുന്നില്ല. പാവം ദശരഥ മഹാരാജാവ് എങ്ങനെയൊക്കെയോ ആ ദുഃഖത്തെ നിയന്ത്രിക്കുകയാണ്. എന്നിട്ട് സുമന്ത്രനോട് പറഞ്ഞു, ഏറ്റവും നല്ല രഥം തയ്യാറാക്കും, എന്നിട്ട് എൻ്റെ പ്രിയ രാമനെ ഈ നഗരത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇത്രയും വീരശൂര പരാക്രമിയായിട്ടുള്ള എൻ്റെ മകൻ വനത്തിലേക്ക് പോവുകയാണ്. സ്വന്തം അച്ഛനും അമ്മയും കൂടെ അവനെ വനത്തിലേക്ക് അയക്കുകയാണ്. എന്ത് പാപം ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്? അങ്ങനെ രാമനും സീതയും സുമന്ത്രൻ കൊണ്ടുവന്ന ആ രഥത്തിലേക്ക് എത്തുകയാണ്. കൗസല്യാദേവി വന്ന് മുറുക്കെ കെട്ടിപ്പിടിക്കുകയാണ് സീതാദേവി. പറഞ്ഞു, സ്വന്തം ഭർത്താവിനെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഉപേക്ഷിക്കുന്ന സ്ത്രീകൾ ഏറ്റവും നീച സ്ത്രീകളാണ്, ഏറ്റവും അധപ്പതിച്ച സ്ത്രീകളാണ്. അവർ ഇതിനു മുമ്പേ എത്ര പുണ്യപ്രവൃത്തികൾ ചെയ്താലും അവർക്ക് എന്ത് സദ്ഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത്? കാരണം ഭർത്താവിനൊരു ആപത്ത് വരുമ്പോൾ ആ ഭർത്താവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നല്ല സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ള സ്ത്രീകൾ ഹൃദയമില്ലാത്തവരാണ്. അവരെല്ലാം കാമത്തിന് ആസക്തവരാണ്, പാപികളാണ്. അവർക്കൊരിക്കലും സദ്ഗതി ഉണ്ടാകത്തില്ല. അതായത് ഇൻഡയറക്ട്ലി കൈകേയി ദേവിയെ കുറ്റവും പറയുന്നു. അതായത് ഒരിടത്ത് നോക്കൂ, ഇങ്ങനെ ഒരു ഭാര്യ, ഇനി അടുത്ത് സീതയെ പോലൊരു ഭാര്യ. നമ്മൾ സത്സംഗത്തിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഏറ്റവും അധപ്പതിച്ച തലത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്, ഏറ്റവും ഉത്തമ തലത്തിൽ പ്രവർത്തിക്കാനുള്ള പ്രവണതയുണ്ട്. നമ്മുടെ ഉള്ളിൽ രാമനെ പോലെയുള്ള സദ്ഗുണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതേപോലെ രാവണനെ പോലെ ഒരു പ്രവണതയും നമ്മുടെ ഉള്ളിലുണ്ട്. അതേപോലെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ സീതാദേവിയെ പോലെ സദ്ഗുണങ്ങളും കാണും, അതേ സമയത്ത് ശൂർപ്പണഖയെ പോലെയും കൈകേയിയെ പോലെയുള്ള നീച സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇവിടെ ആ ഒരു കാര്യം കൗസല്യാദേവി പറയുകയാണ്. കൗസല്യാദേവി സീതാദേവി മകളെ പോലെയാണ് സ്നേഹിച്ചത്. കൗസല്യാദേവി അറിയാമായിരുന്നു സീതാദേവി പുണ്യവതിയാണ്. ദേവിക്ക് അറിയായിരുന്നു ആ സ്നേഹം കൊണ്ടാണ് കൗസല്യാദേവി പറയുന്നത്. ഇവിടെ പറയുന്നു, കൗസല്യാദേവി പറയുക, പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം ഭർത്താവാണ്. ഇപ്പോൾ രാമൻ വനവാസത്തിലാണെങ്കിലും സീത ഒരിക്കലും രാമനെ ഉപേക്ഷിക്കരുത്. സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ ആരാധ്യ ഈശ്വരനാണ് രാമൻ. ഇത് കേട്ടപ്പോൾ സീതാദേവി ഒരുപാട് സന്തോഷമായി. സീതാദേവിയുടെ ഹൃദയത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഇതാണ്. കൈകൂപ്പി സീതാദേവി പറഞ്ഞു, അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പാലിക്കുന്നതായിരിക്കും. അങ്ങയുടെ നിർദ്ദേശങ്ങളെല്ലാം എന്നെ ശരിയായിട്ടുള്ള മാർഗത്തിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു, ഞാൻ എപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ ദാസിയായിട്ട് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും പക്ഷെ എന്നെ നീച സ്ത്രീകളായിട്ട് ഓർമ്മിക്കരുത്. ഞാൻ എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. എങ്ങനെയാണോ ചന്ദ്രൻ്റെ നിലാവ് ചന്ദ്രനിൽ നിന്ന് ഒരിക്കലും അകലാത്തത്, അതേപോലെയാണ് ഞാനും രാമനും.
ഒരു രഥത്തിൽ നിന്ന് ചക്രത്തെ അകറ്റാൻ കഴിയില്ല. അതേപോലെയാണ് രാമനും ഞാനും. മുതിർന്നവരിൽ നിന്ന് ഞാൻ ഒരു ഭാര്യ ഭർത്താവിൻ്റെ സേവനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ദേവി രാമനെ ഉപേക്ഷിക്കത്തില്ല, രാമനെ അവഗണിക്കത്തില്ല. സീതാദേവിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കൗസല്യാദേവിയുടെ ഹൃദയത്തെ സ്പർശിച്ചു. സീതാദേവിയുടെ വാക്കുകൾ സന്തോഷം കൊണ്ട് ദേവി വീണ്ടും കരഞ്ഞു. സീതാദേവിയുടെ ആ സത്സ്വഭാവങ്ങളൊക്കെ കണ്ടിട്ട് സീതാദേവിയിൽ നിന്നും പിരിയേണ്ടി വരുമല്ലോ എന്നൊരു ചിന്ത ദേവിയെ ഒരുപാട് അലട്ടാൻ തുടങ്ങി. രാമൻ ഒരുപാട് സ്നേഹത്തോടു കൂടി അമ്മയെ നോക്കി. എന്തായാലും ഇനി സമയമായി വനത്തിലേക്ക് പോകാൻ. രാമന് നല്ല ഭയമുണ്ടായിരുന്നു, ഞാൻ പോയി കഴിഞ്ഞാൽ കൗസല്യാദേവിയുടെ അവസ്ഥ എന്തായിരിക്കും. കൈകൂപ്പി രാമൻ പറഞ്ഞു, അമ്മയുടെ ഈ ദുഃഖം ഒരിക്കലും അച്ഛൻ്റെ മുമ്പിൽ കാണിക്കരുത്. 14 വർഷം പെട്ടെന്ന് കഴിയും. നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്ന പോലെ ആയിരിക്കും 14 വർഷം. ഒരു ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോൾ അമ്മ എന്നെയും സീതയും ലക്ഷ്മണനെ അടുത്ത് കാണും, എല്ലാവിധ ബന്ധുമിത്രാദികളോടും കൂടി. എന്നിട്ട് രാമൻ അവിടെയുള്ള മറ്റ് സ്ത്രീജനങ്ങളെ എല്ലാവരെയും നോക്കി. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഞാൻ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ വാക്കുകളാൽ പ്രവൃത്തിയാൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ വളരെ അടുത്തുള്ള ആൾക്കാരാണ്. ഞാനിനി നിങ്ങളെല്ലാം വിട്ടു പോവുകയാണ്. ഇത് കേട്ടതോടുകൂടി ആ സ്ത്രീകളുടെ എല്ലാം നെഞ്ച് തകർന്നു. ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരം എന്നും ശുഭശബ്ദങ്ങൾ മാത്രം കേൾക്കുന്ന വേദമന്ത്രങ്ങളും സംഗീത ഉപകരണങ്ങളുടെ ശബ്ദങ്ങളും പല പല രാഗങ്ങളും ഒരു ഉത്സവത്തിൻ്റെ സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെ നോക്കിയാലും കരച്ചിൽ മാത്രമേ ഉള്ളൂ. ദശരഥ മഹാരാജാവിൻ്റെ പാദം പിടിച്ചുകൊണ്ട് ശ്രീരാമസ്വാമി, സീതാമയ്യ, ലക്ഷ്മണസ്വാമി അവിടുന്ന് യാത്രയാവുകയാണ്. രാമൻ കൗസല്യാദേവിയുടെ മുമ്പിൽ നമസ്കരിച്ചു. രഥത്തിൽ കയറി. തൊട്ടുപുറേ സീതാദേവിയും ലക്ഷ്മണസ്വാമി. അപ്പോഴേക്കും സുമിത്രാദേവി ഓടി വന്നു. എന്നിട്ട് ലക്ഷ്മണസ്വാമി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയ മകനെ, എങ്ങനെയാണോ നീ മുതിർന്നവരുടെ സേവനം ചെയ്യുന്നത് അതേപോലെ നീ നിന്റെ ജ്യേഷ്ഠൻ്റെ സേവനം ചെയ്യണം. ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞ ഒരു അനുജനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന വ്യക്തിയാണ്. നല്ല സമയത്തും മോശപ്പെട്ട സമയത്ത് പോലും ഒരു സമയത്തും രാമനെ ഉപേക്ഷിക്കുന്നു. നമ്മുടെ കുലത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മറന്നുപോരുത് ലക്ഷ്മണ. ദാനധർമ്മങ്ങൾ ചെയ്യുക, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക, എന്നിട്ട് നമ്മുടെ ജീവൻ യുദ്ധക്കളത്തിൽ അവസാനിപ്പിക്കുക. കരഞ്ഞുകൊണ്ട് സുമിത്രാദേവി മകനെ രഥത്തിൽ കയറ്റുകയാണ്. എല്ലാ മംഗളങ്ങളും നിനക്ക് വരട്ടെ മോനെ ലക്ഷ്മണ. നീ നിന്റെ അച്ഛനായ ദശരഥനെ എങ്ങനെ ബഹുമാനിക്കുന്നു അതേപോലെ നീ നിന്റെ ജ്യേഷ്ഠനെ ബഹുമാനിക്കണം. സീതാദേവിയെ നീ എന്നെ എങ്ങനെ കാണുന്നു അതേപോലെ സ്വന്തം അമ്മയായിട്ട് സീതയെ കാണണം. വനം, നീ അയോധ്യയെ എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെ നീ വനത്തെ സ്നേഹിക്കുന്നു. സുഭദ്രൻ ആ കുതിരകളുടെ ഞാണ് പിടിച്ചു. എന്നിട്ട് മുന്നോട്ട് നയിക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള ശബ്ദങ്ങൾ കൊണ്ട് ചക്രം കറങ്ങുന്ന ആ ശബ്ദം കൊണ്ട് ഇവിടെയെല്ലാം മുഴങ്ങി. അങ്ങനെ ആ രാജപാതയിലൂടെ എല്ലാവരും ദുഃഖിതരായിട്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയ്ക്കിടയിൽ രഥം അതിവേഗതയിൽ അവിടെ നിന്ന് പോവുകയാണ്. ഇനി നമ്മളെല്ലാം ചങ്കെടുപ്പിക്കുന്ന അടുത്തൊരു കാര്യം, വൃദ്ധരായിട്ടുള്ള വ്യക്തികൾ, ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ അതിവേഗതയിൽ ഓടുന്ന ഈ രഥത്തിന്റെ പുറകെ ഓടുകയാണ്. അതായത് എന്താ പറയുന്നത്,
മരുഭൂമിയിൽ വെള്ളത്തിനായിട്ട് ജനങ്ങൾ ഓടുന്നത് പോലെ, ദാഹിച്ച് മരിക്കാറായ ജനങ്ങളെ പോലെ അവർ രഥത്തിന്റെ പുറകെ ഓടുകയാണ്. രഥത്തിന്റെ സൈഡിലും പുറകിലും ഒക്കെ. എന്നിട്ട് സുമന്ത്രനോട് പറയാ, രഥത്തെ നിർത്തൂ സാരഥി, രഥത്തെ നിർത്തൂ സാരഥി, മെല്ലെ പോവൂ, മെല്ലെ പോവൂ, നമുക്ക് രാമനെ ഒന്ന് കാണണം. പക്ഷെ രാമൻ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രഥം പോകണം. രാമൻ സുമന്ത്രനോട് പറഞ്ഞ്, സുമന്ത്ര എത്രയും പെട്ടെന്ന് രഥം മുന്നോട്ട് പോകും. രാമൻ മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. അപ്പൊ ആൾക്കാർ പറയുക, പോകണ്ട പോകണ്ട, നിർത്തൂ, രഥം മെല്ലെ പോട്ടെ. എന്തുവല്ലേ, മെല്ലെ മെല്ലെ രഥത്തിന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു. രാമൻ പോകുന്ന കണ്ടിട്ട് ദശരഥ മഹാരാജാവ് ബോധം കെട്ടി വീഴുകയാണ്. വീണ്ടും സുബോധം കിട്ടിയപ്പോൾ ദശരഥ മഹാരാജാവ് കൗസല്യാദേവിയോടൊത്ത് രഥത്തിന്റെ പുറകെ ഓടുകയാണ്. സാധാരണ ജനങ്ങൾ എങ്ങനെ ഓടുന്നു അതേപോലെ ദശരഥ മഹാരാജാവും കൗസല്യാദേവി ഓടുകയാണ്. രാമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ ദശരഥ മഹാരാജാവ് സാധാരണ ഒരു പ്രജയെ പോലെ ഓടുകയാണ്. കൗസല്യാദേവി ഓടുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ ഈ ദുഃഖം രാമന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ കർത്തവ്യം നിറവേറ്റണമല്ലോ. അതുകൊണ്ട് രാമൻ സുമന്ത്രനോട് പറഞ്ഞു, വേഗം മുന്നോട്ട് പോകും സുമന്ത്ര. സുമന്ത്രൻ എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. ദശരഥ മഹാരാജ് പറയും, തിരിച്ചു വരൂ, തിരിച്ചു വരൂ സുമന്ത്ര, രഥം തിരിച്ചു കൊണ്ടുവരൂ. പക്ഷെ രാമൻ പറയുന്നു, രഥം മുന്നോട്ട് കൊണ്ടുപോകും. രാമൻ പറഞ്ഞു, ഈ ഒരു വേദന എനിക്ക് അധികം നേരം പിടിച്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വേദനയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരും. ഇനി തിരിച്ചു വരുമ്പോ എന്തുകൊണ്ട് നീ രഥം നിർത്തിയില്ല സുമന്ത്ര എന്ന് ചോദിച്ചാ എനിക്ക് അങ്ങേ കേൾക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ആ ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ രഥം അതിവേഗതയിൽ മുന്നോട്ട് പോയി. അങ്ങനെ അയോധ്യ നഗരി മറികടന്നു. എന്നിട്ടും ദശരഥ മഹാരാജാവ് ഓട്ടം നിർത്തിയില്ല. രഥത്തിന്റെ ആ പറക്കുന്ന ആ പൊടിയെ കണ്ടുകൊണ്ട് അദ്ദേഹം രഥത്തിന്റെ പുറകെ ഓടുകയാണ്. ആ രഥത്തിന്റെ ചക്രം അതിന്റെ അടയാളങ്ങൾ കണ്ട് ഓടുകയാണ്. ഓടി ഓടി അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. രഥത്തെ കാണാനും കഴിയില്ല. ദശരഥ മഹാരാജ് വീഴുകയാണ്. അപ്പോൾ കൗസല്യാദേവിയും കൈകയും വന്ന് ദശരഥ മഹാരാജാവിനെ പൊക്കി ഉയർത്തുകയാണ്. കൈകേയി ദേവി കണ്ടതോടുകൂടി ദശരഥ മഹാരാജന് ദേഷ്യം വർദ്ധിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്നെ തുടരുത് പാപിയായ സ്ത്രീ, മാറി നിൽക്കൂ. നിന്നെ കാണാൻ പോലും എനിക്ക് താല്പര്യമില്ല. നീ എന്റെ ഭാര്യയല്ല, നീയായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, നിന്നോടൊന്നും സംസാരിക്കാനില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയാണ്. നിന്നെ സഹായിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ നിമിഷം തന്നെ ഉപേക്ഷിക്കുകയാണ്. ഇനി നിന്റെ മകൻ ഈ ആധിപത്യവും സാമ്രാജ്യവും ഒക്കെ സ്വീകരിക്കുകയാണെങ്കിൽ അവനെ ഞാൻ ത്യജിക്കുന്നു. എന്നിട്ട് ദശരഥ മഹാരാജാവ് ആ രഥം പോയ വഴി നോക്കിയാണ്. അദ്ദേഹം ഒരുപാട് നാണക്കേട് അനുഭവപ്പെടുകയാണ്. കൈകൊണ്ട് മുഖം മറയ്ക്കുകയാണ്. എന്നിട്ട് സ്വയം കുറ്റപ്പെടുത്തുകയാണ്. കൗസല്യാദേവിയുടെ സഹായത്തോടുകൂടി അദ്ദേഹം മെല്ലെ നടന്ന് കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോൾ പ്രജകളെല്ലാം കരയുന്നതായിട്ടും കടകമ്പോളങ്ങളൊക്കെ അടച്ചതായിട്ടും അവിടെയുള്ള ഓരോരോ
മുക്കുകളും വിജനമായിട്ട് കാണുന്നു. എല്ലാവരും കരയുകയാണ്. എങ്ങനെയാണോ സൂര്യൻ അസ്തമിക്കുന്നത് അതേപോലെ ദശരഥ മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുക. ആ ഭവ്യമായിട്ടുള്ള കൊട്ടാരം മൊത്തം ശാന്തമാണ്. ആരും അനങ്ങുന്നില്ല. എല്ലാവരും ദുഃഖത്തിലാണ്ടിരിക്കുകയാണ്. ദശരഥ മഹാരാജാവ് കൗസല്യാദേവിയുടെ അന്തഃപുരിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ശയ്യയിൽ കിടക്കുകയാണ്. രാമ, നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ച് പോയത് രാമ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഈ 14 വർഷം ആർക്കാണോ സഹിക്കാൻ പറ്റുന്നത്, വീണ്ടും നിന്റെ ആ സുന്ദര മുഖം കാണുന്നത്, അവരാണ് ഏറ്റവും ഭാഗ്യശാലി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഇത്രയും കാലം എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് പറഞ്ഞു, ക്രൂരയായി കൈകേയി, ഞാൻ മരിച്ചതിന് ശേഷം വിധവയായിട്ട് നീ രാജ്യം ഭരിച്ചു. കൗസല്യാദേവി വളരെ ദുഃഖിതയായിട്ട് ദശരഥ മഹാരാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു, കൈകേയി ക്രൂരയായിട്ടുള്ള ഒരു സർപ്പത്തെ പോലെ ഉള്ള വിഷമെല്ലാം രാമന്റെ ഉള്ളിൽ കൊടുത്തിട്ട് ആ തൊലി ഉപേക്ഷിച്ച് പുതിയ തൊലി സ്വീകരിച്ച സന്തോഷത്തോടുകൂടി കഴിഞ്ഞു. രാമൻ വനവാസത്തിനും പോയി. ഇനി ഭരതൻ രാജാവും ആകും. അതോടുകൂടി അവൾ കൂടുതൽ എനിക്ക് ഭയം സൃഷ്ടിക്കും. എങ്ങനെയാണോ ഒരു വീട്ടിൽ ഒരു പാമ്പിന്റെ കൂട്ടത്തിൽ കഴിയുന്ന അതേപോലെ രാമനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? രാമനെയും സീതയെയും കുറിച്ച് ഓർത്ത് കൗസല്യാദേവി വീണ്ടും വീണ്ടും കരഞ്ഞു. ദേവി ചിന്തിക്കുകയാണ്, അവരെങ്ങനെ ജീവിക്കാം? ഈ ചെറുപ്രായത്തിൽ സുഖസമൃദ്ധിയിൽ ഐശ്വര്യത്തിൽ കഴിയേണ്ട ആ പ്രായത്തിൽ അവർ വനത്തിൽ പോയിരിക്കുകയാണ്. തപസ്വികളെ പോലെ ജീവിക്കുകയാണ്. ഇനി എപ്പോഴായിരിക്കും നമുക്ക് അവരെ കാണാൻ കഴിയില്ല? ദേവി ചിന്തിച്ചു, തീർച്ചയായിട്ടും ഞാൻ പൂർവ്വജന്മത്തിൽ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദുഃഖം എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ദേവി ഉറക്കെ കരഞ്ഞു, രാമ, ലക്ഷ്മണ, സീത, നിങ്ങൾ എവിടെയാണ്? നിങ്ങളിൽ നിന്നുള്ള വിരഹം എന്നെ ഒരുപാട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സുമിത്ര, ലക്ഷ്മണ സ്വാമിയുടെ അമ്മ, കൗസല്യാദേവിയെ സമാധാനിപ്പിച്ചു. രാമന്റെയും ലക്ഷ്മണന്റെയും ആ സദ്ഗുണങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. സുമിത്രാദേവി സ്വന്തം ദുഃഖത്തെയും നിയന്ത്രിച്ച് കൗസല്യാദേവിയുടെ അടുത്ത് ഇരുന്ന് തോളത്ത് കൈവച്ച് സമാധാനിപ്പിക്കുകയാണ്. രാമന്റെ ആ ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ അത് കേട്ടപ്പം കൗസല്യാദേവിക്ക് ഒരു സമാധാനമായി. രാമന്റെ ശക്തികളെക്കുറിച്ച്, അസാമാന്യ ശക്തിയെക്കുറിച്ചും. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ആ വാക്കിനെ പാലിക്കാനായിട്ട് രാമൻ ഈ കൊട്ടാരം മുഴുവൻ ത്യജിച്ചിട്ട് വനത്തിൽ പോയിരിക്കുകയാണ്. അങ്ങയുടെ മകൻ എത്ര ശ്രേഷ്ഠനാണ്! എന്നെന്നും കീർത്തിമാനായിട്ട് ഭവിക്കും അങ്ങയുടെ മകൻ. സാധാരണ വ്യക്തികൾക്ക് പറ്റുമോ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാൻ? അതുകൊണ്ട് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്ത മകന് എന്ത് ദുഃഖമാണ് മുന്നോട്ട് വരാൻ പോകുന്നത്? എല്ലാം കൊണ്ടും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യം മാത്രമല്ലേ അങ്ങയുടെ മകനായിട്ട് ഇനി മുന്നോട്ട് കാത്തിരിക്കുന്നു. വളരെ മൃദുലമായ സ്വരത്തിൽ സുമിത്രാദേവി പറഞ്ഞു, പിന്നെ രാമന്റെ പ്രിയപ്പെട്ട ലക്ഷ്മണൻ കൂട്ടത്തിലുണ്ട്, പിന്നെ രാമന്റെ പ്രാണനായ സീതയും കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് രാമന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. എന്തിനേറെ പറയുന്നു, സൂര്യൻ പോലും സൂര്യന്റെ ആ ചൂട് രാമന് വേണ്ടി കുറയ്ക്കുന്നു. കാരണം അത്രയ്ക്ക് സദ്ഗുണ സമ്പന്നനാണ് രാമൻ. വായുദേവൻ പോലും വളരെ കുളിർമയുള്ളൊരു കാറ്റ് വീശും രാമനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ. ഇനി രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ചന്ദ്രന്റെ നിലാവ് പോലും ഒരു അച്ഛനെ പോലെ രാമനെ തലോടിക്കൊണ്ടിരിക്കും. കാരണം അത്രയ്ക്ക് സദ്ഗുണ സമ്പന്നനാണ് നമ്മുടെ രാമൻ. സുമിത്രാദേവി അങ്ങനെ മെല്ലെ കൗസല്യാദേവിയുടെ മുഖത്തൊക്കെ തടവി.
പാവം സുമിത്രാദേവി എന്നാലോചിച്ച് വേണം. ലക്ഷ്മണസ്വാമി മകനാണ്, എത്രമാത്രം ലക്ഷ്മണസ്വാമിയെ സ്നേഹിക്കുന്നുണ്ടല്ലേ. എന്നിട്ട് ആ ദുഃഖമെല്ലാം അന്നേരം ഒരു സൈഡിൽ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതിൻ്റെ ഇടയിൽ ദുഷ്ടരായിട്ടുള്ള കുറച്ച് ആൾക്കാർ അല്ലേ. പിന്നെ ത്രേതായുഗത്തിൽ ദുഷ്ടർ കുറച്ചും കൂടുതൽ സദ്ഗുണസമ്പന്നരുമായിരുന്നു. പക്ഷെ കലിയുഗത്തിൽ അവസ്ഥ അറിയാലോ, കൂടുതലും മന്ദരയും കൈകയും രാവണനും ശൂർപ്പണകളുമാണ്. സദ്ഗുണസമ്പന്നരായിട്ടുള്ള വ്യക്തികൾ വളരെ കുറവാണ്. അന്നേരം സുമിത്രാദേവി സ്വന്തം ദുഃഖത്തെ ഉള്ളിൽ ഒതുക്കി കൗശല്യാദേവിയെ സമാധാനിപ്പിച്ചു. പിന്നെ വിശ്വാമിത്ര മുനി നൽകിയ ആ ദിവ്യാസ്ത്രങ്ങളൊക്കെ രാമൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കൊട്ടാരത്തിൽ കഴിയുന്നത് പോലെ തന്നെ രാമന് സുരക്ഷിതനായിട്ട് കഴിയാൻ പറ്റും. സുമിത്രാദേവി പറഞ്ഞു, ആ രാജകുമാരൻ്റെ ശക്തിയും ഗുണങ്ങളുമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, വനവാസം കഴിഞ്ഞിട്ട് വിജയശ്രീലാളിതനായിട്ട് രാമൻ തിരിച്ചു വരും. അതുകൊണ്ട് രാമനെക്കുറിച്ച് ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ട. എല്ലാ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും രാമനായിട്ട് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദേവിയുടെ ദുഃഖമെല്ലാം അകറ്റു. ഇപ്പോൾ രാമന്റെ വിരഹത്തിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കേണ്ട കർത്തവ്യം ദേവി അവിടത്തേക്കാണ്. സുമിത്രാദേവിയുടെ ഈ മനോഹരമായിട്ടുള്ള വാക്കുകൾ കേട്ടപ്പം ശരിക്കും കൗശല്യദേവിയുടെ ദുഃഖം ഒരുപാട് മാറി. എന്നിട്ട് നല്ല മുറുകെ കെട്ടിപ്പിടിച്ചു സുമിത്രാദേവി. രണ്ടുപേരും ഒരുപാട് നേരം രാമനെക്കുറിച്ചുള്ള ചിന്തകളിൽ മഗ്നരായി. അതേ സമയത്ത് രാജാവ് തൊട്ടടുത്ത് അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. രാം 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 ഇങ്ങനെ ജപിച്ചുകൊണ്ട്. ഹരേ കൃഷ്ണ. അങ്ങനെ രാമായണത്തിൻ്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രാമൻ വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഒരു രംഗമാണ് ഇനി നാളെ 7 മണി മുതൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ഇന്നത്തെ ഈ ചർച്ച എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മംഗളം പാടി ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കാം. നാളെ അടുത്ത ഭാഗം നമ്മൾ ചർച്ച ചെയ്യാം. മംഗളം കൗശലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമലമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം വിശ്വമിത്രാന്തരാംഗായ മിഥിലാനഗരീപതേ ഭാഗ്യാനാം പരിപാകായ ഭവ്യരൂപായ മംഗളം പിതൃഭക്തായ സതതം ഭ്രാതൃഭിः സഹ സീതയാ നന്ദിതാഖിലലോകായ രാമഭദ്രായ മംഗളം തിക്താസകതകേതവാസായ ചിത്രകൂടവിഹാരിണേ സേവ്യായ സർവയമിനാം ധീരോധ്യായായ മംഗളം സൗമിത്രീണ ച ജാനക്യാ ചാവബാണാസിധാരിണേ സംസേവ്യായ സദാ ഭക്ത്യാ സ്വാമിനേ മമ മംഗളം ദണ്ഡകാരണ്യവാസായ ഖരദൂഷണശത്രവേ ഗൃധ്രരാജായ ഭക്തായ മുക്തിദായാസ്തു മംഗളം സാദരം ശബരീദത്തഫലമൂലാഭിലാഷിനേ സൗലഭ്യപരിപൂർണായ സത്വോദ്രിക്തായ മംഗളം ഹനുമത്സമവേതായ ഹരീശാഭീഷ്ടദായിനേ ബാലിപ്രമഥനായാസ്തു മഹാധീരായ മംഗളം ശ്രീമതേ രഘുവീരായ സേതുലംഘിതസിന്ധവേ ജിതരാക്ഷസരാജായ രണധീരായ മംഗളം വിഭീഷണകൃതേ പ്രീത്യാ ലങ്കാഭീഷ്ടപ്രദായിനേ സർവലോകശരണ്യായ ശ്രീരാഘവായ മംഗളം അസാധ്യനഗരീം ദിവ്യാം അഭിഷിക്തായ സീതയാ രാജാതിരാജായ രാമഭദ്രായ മംഗളം ബ്രഹ്മാദിദേവസേവ്യായ ബ്രഹ്മണ്യായ മഹാത്മനെ ജാനകീ പ്രാണനാഥായ രഘുനാഥായ മംഗളം ശ്രീ സൗമ്യജാമാമൃതം മുനെ കൃപയാസ്മാനപീയുഷേ മഹതേ മമ നാഥായ രഘുനാഥായ മംഗളം
मङ्गलाशासनपरेर्मदाचार्यपुरोगमे सर्वैश्च पूर्वैराचार्य सत्कृतायास्तु मङ्गलम् रम्यजामामृतमुनिना मङ्गलाशासनं कृतं त्रैलोक्याधिपति श्रीमन् करोतु मङ्गलं सदा। जय श्री राम। श्री रामचंद्र भगवान की जय, सीता मैया की जय, लक्ष्मणभरत शत्रुघ्न स्वामी की जय, ഹനുമാൻ സ്വാമി की जय। അപ്പോൾ നാളെ ഭഗവാൻ വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് നോക്കാം നാളെ എന്താണ് ഇനി നടക്കുന്നത്. ഹരേ കൃഷ്ണ.